അതെ, ഞാൻ നേപ്പാളിലെത്തിയിട്ട് ആദ്യം വിസിറ്റ് ചെയ്തത് കാഠ്മണ്ഡുവിലെ പശുപതിനാഥ ക്ഷേത്രമായിരുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും നാഥൻ എന്നർത്ഥം വരുന്ന വാക്കാണ് പശുപതി. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് ഈ ടെമ്പിള്. AD 5-ാം നൂറ്റാണ്ടിൽ ലിച്ചാവി വംശത്തിന്റെ പ്രചണ്ഡദേവ രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ശ്രീകോവിൽ ദർശിക്കാൻ വരുന്നവരിതാ ഈ കാണുന്ന സ്ഥലത്ത് ചെരുപ്പഴിച്ചു വെക്കണം. ഇവിടെ ചാർജസ് ഒന്നുമില്ല. ഒരിക്കലും ശിവനും പാർവതിയും മാനിന്റെ രൂപത്തിൽ കാഠ്മണ്ഡു താഴ്വരയിൽ വന്ന് വിശ്രമിച്ചു. അപ്പോൾ ആ സമയത്ത് ദേവന്മാര് ശിവനെ തിരികെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ മാനിന്റെ കൊമ്പൊടിയുകയും കൊമ്പ് പിന്നീട് സ്വയംഭൂവായ ശിവലിംഗമായി മാറുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. നേപ്പാളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും കുരങ്ങുകളും പ്രാവുകളും ഉണ്ട്. ഇവറ്റകൾക്കാണെങ്കിൽ മനുഷ്യന്മാർ ഒരു പേടിയില്ല, നല്ല പോലെ ഇണങ്ങിയതാണ്. ഏകദേശം 246 ഹെക്ടർ വിസ്തൃതിയുള്ള ഈ പ്രദേശത്ത് 500-ലധികം ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും സ്മാരകങ്ങളും ഉണ്ട്. 2 നിലകളുള്ള പ്രധാന ക്ഷേത്രം സ്വർണം പൂശിയ ചെമ്പുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പ്രധാന ക്ഷേത്രത്തിനകത്ത് മൊബൈൽ ഫോൺ അലൗഡ് അല്ല. 1008 ശിവലിംഗങ്ങളെയും പ്രദക്ഷിണം ചെയ്ത് നമ്മൾ പിന്നെ പുറത്തിറങ്ങിയാൽ നേരെ പോകുന്നത് ആര്യഘട്ടിലേക്കാണ്. ഭാരതീയ വിശ്വാസം അനുസരിച്ച് പവിത്രമായ നദിയാണല്ലോ ഗംഗ, അതുപോലെ തന്നെയാണ് ഇവർക്ക് ബാഗ്മതി. വാരണാസിയിലെ മണികർണിക ഘട്ടിന് തുല്യമാണ് ഇവിടെ ആര്യഘട്ട്. മരണശേഷം പുനർജന്മമില്ലാതെ നേരിട്ട് മോക്ഷം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. ഞാൻ ചെല്ലുമ്പോൾ അവിടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നേ. ഇത് അപ്പർ ഘട്ട് എന്നുള്ള കാഴ്ചയാണ്. ഉന്നതകുല ജാതർക്ക് അപ്പർ ഘട്ടും അതുപോലെ പൊതുജനങ്ങൾക്ക് ലോവർ ഘട്ടുമാണ് വരുന്നത്. നോക്കിക്കേ, ബാഗ്മതി തീരത്ത് മോക്ഷപ്രാപ്തിക്കായിട്ട് എരിഞ്ഞടങ്ങുന്ന ശവശരീരങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് വൈകുന്നേരം 6 മുതൽ 7:30 വരെ നടക്കുന്ന ആരതിയാണ്. വാരണാസിയിലെ ഗംഗ ആരതി പോലെ തന്നെയാണ് ബാഗ്മതി ആരതിയും. 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ഇതിന് സാക്ഷ്യം വഹിക്കുന്നത്. വലിയ എണ്ണവിളക്കുകളും കർപ്പൂരവും ഉപയോഗിച്ച് 3 മുഖ്യ പൂജാരിമാർ നടത്തുന്ന ഈ ആരതി സമയത്ത് പശ്ചാത്തലത്തിൽ മുഴങ്ങുന്ന ശിവതാണ്ഡവ സ്തോത്രങ്ങളും ഭജനകളും മണികളും ഭക്തർക്ക് അതീവ ആത്മീയ അനുഭൂതി സമ്മാനിക്കുന്നു. ഭക്തർക്ക് തീർത്ഥവും പ്രസാദവും നൽകിക്കഴിഞ്ഞ് ബാക്കി വരുന്ന തീർത്ഥം തിരികെ ബാഗ്മതി നദിയിലേക്ക് ഒഴിക്കുന്നതോടുകൂടി ചടങ്ങുകളെല്ലാം അവസാനിക്കുന്നു. അങ്ങനെ പുറത്തേക്കിറങ്ങി ഇൻഡ്രൈവ് ബുക്ക് ചെയ്തു നേരെ റൂമിലേക്ക്. നിങ്ങൾ ഈ കാണുന്ന ബിൽഡിംഗ് ഏതാണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.